ഗൈസ്, ഇന്ത്യയുടെ ഇന്റർനാഷണൽ മാച്ചസ് വരാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട AFC ഏഷ്യൻ കപ്പ് ക്വാളിഫയർ മത്സരം വരുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് 19-ാം തീയതി നമ്മളൊരു ഫ്രണ്ട്ലി കളിക്കുന്നുണ്ട് മാൽദീവ്സിനെതിരെ. സോ നോ ഓർ ഒപ്പണൻസിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മാൽദീവ്സിനെ പറ്റിയാണ്. എന്താണെങ്കിലും ബംഗ്ലാദേശിനെതിരെ കളിക്കുന്നതിന് മുൻപ് കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഒപ്പണൻസ് തന്നെയാണ് മാൽദീവ്സ്. ഏതാണ്ട് ബംഗ്ലാദേശുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് തന്നെയാണ്. സാഫ് റീജിയനിൽ നിന്നുള്ളൊരു ടീമാണ്. ഇപ്പം ഫിഫ റാങ്കിങ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ബംഗ്ലാദേശ് 180-സിലാണുള്ളതെങ്കിൽ മാൽദീവ്സ് 162-ാം സ്ഥാനത്തുള്ളൊരു ടീമാണ് എന്നുള്ളതാണ്. സാഫ് റീജിയനിലുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യ ഇടയ്ക്കിടയ്ക്ക് കളിക്കുന്നൊരു രാജ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം സാഫ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ വരുന്നൊരു സമയത്ത് അലി സുസൈസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാൽദീവ്സ് പരിശീലകൻ തന്നെയാണ് അവരുടെ ഒരു പരിശീലക സ്ഥാനത്തുള്ളത്. ഒരു 3-4 വർഷമായിട്ട് മാൽദീവ്സ് ടീമിൻ്റെ പരിശീലനമായിട്ടിരിക്കുന്നു. അതിന് മുമ്പ് സഹപരിശീലനായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് മാൽദീവ്സിന് അണ്ടർ-23 ടീമിൻ്റെ കോച്ചായിരുന്നു. പിന്നെ മാൽദീവ്സിൽ തന്നെയാണ് അദ്ദേഹം കൂടുതൽ കരിയർ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ക്ലബ്സിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഏതാണ്ട് 10-20 വർഷത്തെ ഒരു കോച്ചിങ് കരിയറും അദ്ദേഹത്തിന് അവകാശപ്പെടാനുണ്ട്. ഇന്ത്യ മാൽദീവ്സും തമ്മിലുള്ള ഒരു ഹെഡ് ടു ഹെഡ് റെക്കോർഡ് പരിശോധിക്കുന്ന സമയത്ത് 21 തവണയാണ് ഇരുവരും പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 15 വട്ടവും ഇന്ത്യക്ക് വിജയിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. 4 പ്രാവശ്യം മാത്രമാണ് മാൽദീവ്സ് വിജയിച്ചിട്ടുള്ളത്. 2 മത്സരങ്ങൾ സമനിലയിലും പിരിയുകയാണ്. ഏറ്റവും ഒടുവിൽ കളിച്ചത് 2021 സാഫിലാണ്. അന്ന് ഇന്ത്യക്ക് ഒരു 3-1 എന്ന് പറഞ്ഞ സ്കോർ വിജയിക്കാൻ സാധിച്ചു. എന്നാൽ അതിന് മുൻപ് 2018 സാഫ് ഫൈനലിൽ ഇന്ത്യയെ മാൽദീവ്സ് പരാജയപ്പെടുന്നൊരു സാഹചര്യം വന്നിരുന്നു. പിന്നെ അന്ന് ഇന്ത്യയുടെ സീനിയർ ടീമിനെ അല്ലായിരുന്നു അയച്ചിരുന്നത്. അണ്ടർ-20 ടീമായിരുന്നു ആ ഒരു സാഫിൽ കോമ്പീറ്റ് ചെയ്തിരുന്നത്. അതിന് മുൻപ് ഏതാണ്ട് ഒരു 8 മത്സരങ്ങളോളം ഇന്ത്യ അൺബീറ്റൺ ആണ് മാൽദീവ്സിനെതിരെ. വിജയവും ഇടയ്ക്കൊന്ന് 2 ഡ്രോസും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു നല്ല റെക്കോർഡ് മാൽദീവ്സിനെതിരെ ഉണ്ട് എന്നുള്ളതാണ്. ഇതുവരെ ഒരു ഫിഫ വേൾഡ് കപ്പിലും അല്ലെങ്കിൽ AFC ഏഷ്യൻ കപ്പിലും ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാത്ത ഒരു ടീമാണ് മാൽദീവ്സ് എന്ന് പറയുന്നത്. അവരുടെ ഒരു റെക്കോർഡ് നല്ലതെന്ന് പറയാൻ പറ്റുന്നത് സാഫിലാണ്. സാഫിൽ ഞാൻ പറഞ്ഞല്ലോ 2018 ഇന്ത്യ പരാജയപ്പെടുത്തി അന്ന് ചാമ്പ്യൻസ് ആയിരുന്നു. അതിന് പുറമെ 2008 സാഫ് ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. സാഫ് റീജിയനിൽ ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ടീമും മാൽദീവ്സ് ആണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ ബംഗ്ലാദേശ് തന്നെയാണ് മാൽദീവ്സിൻ്റെ ഏറ്റവും വലിയൊരു റൈവൽസ് ആയിട്ടുള്ളൊരു ടീം. അവർക്കെതിരെയാണ് റീസെൻ്റ്ലി മത്സരങ്ങളും കളിച്ചിട്ടുള്ളത്. 2 മത്സരങ്ങൾ കളിച്ചിരുന്നു. ആ 2 മത്സരത്തിലും മാൽദീവ്സിന് വിജയിക്കാൻ സാധിച്ചിരുന്നു. 2-1 എന്ന സ്കോറിലും 1-0 എന്ന് പറഞ്ഞ സ്കോറിലും. ഇനി അവരുടെ വാച്ച് ഔട്ട് ചെയ്യേണ്ട പ്ലേയേഴ്സിനെ നോക്കുന്ന സമയത്ത് ആദ്യത്തെ താരം അലി ഫസർ എന്ന് പറഞ്ഞിട്ടുള്ള മുന്നേറ്റ താരമാണ്. ഒരു വിങ്ങർ എന്ന നിലയിലേക്ക് കളിക്കുന്ന ഒരു പ്ലെയറാണ്. നിലവിൽ ഏതാണ്ട് 75ഓളം മാൽദീവ്സിന് വേണ്ടിയുള്ള ഇന്റർനാഷണൽ അപ്പിയറൻസ് നടത്തിയിട്ടുണ്ട്. അതിൽ 14 ഗോൾസും അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. വലൻസിയ എന്ന് പറഞ്ഞിട്ടുള്ള മാൽദീവ്സിൻ്റെ ഒരു ക്ലബിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിലവിൽ കളിച്ച് വരുന്നത്. പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ്. 36 വയസ്സ് ഒക്കെ ഉള്ളൊരു പ്ലെയറാണ് അദ്ദേഹം എന്നുള്ളതാണ്. മറ്റൊരു താരം ഹംസ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള 30 വയസ്സുകാരനായിട്ടുള്ള മിഡ്ഫീൽഡർ ആയിട്ടുള്ള താരമാണ്. ഏതാണ്ട് 64ഓളം അപ്പിയറൻസ് നടത്തി. മാൽദീവ്സിൽ തന്നെ ഏറ്റവും ഒരു വലിയ ക്ലബ്ബ് എന്നൊക്കെ പറയാൻ പറ്റുന്ന മാസിയ എന്ന് പറയുന്ന ക്ലബ്ബിലാണ് താരം ഇപ്പോൾ കളിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്കിനി മാച്ച് പ്രിവ്യൂവിൽ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇത് നോ ഓപ്പണൻസ് എന്ന സെഗ്മെൻറ്റിൽ മാൽദീവ്സിനെ പറ്റി അറിയാമെന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സൈനിങ് ഓഫ്.